ഗൾഫ് കറൻസിയുടെ വിനിമയ നിരക്ക് വീണ്ടും ഉയർന്നു. മസീറ തുറമുഖത്ത് നിർത്തിയിട്ട കപ്പലുകളും ബോട്ടുകളും മാറ്റാൻ നിർദ്ദേശം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിലേക്ക് വരുന്ന 18 വയസ്സും അതിന് മുകളിലും പ്രായമുള്ളവർക്ക് അവർ കൊണ്ടുവരുന്ന പേഴ്സണൽ സാധനങ്ങൾക്കും ഗിഫ്റ്റുകൾക്കും 300 ഒമാനി റിയാൽ വരെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് ലഭിക്കുമെന്ന് ഒമാൻ കസ്റ്റംസ് അറിയിച്ചു. നിലവിലെ വിനിമയ നിരക്ക് അനുസരിച്ച് ഇത് 75,000 ഇന്ത്യൻ രൂപയോളം മൂല്യം വരും. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് നിഷ്കർഷിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. വ്യക്തിഗത ഉപയോഗം, ഗിഫ്റ്റ് പരിധിയിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ പൂർണ്ണമായും സ്വന്തം ആവശ്യത്തിനോ സമ്മാനമായി നൽകാനോ ഉള്ളതായിരിക്കണം. അവ ഒരു കാരണവശാലും വാണിജ്യ ആവശ്യങ്ങൾക്കായി വിൽക്കാൻ കൊണ്ടുവരുന്നതാകരുത്. യാത്രക്കാരുടെ കൈവശമുള്ള ഇത്തരം സാധനങ്ങളുടെ ആകെ മൂല്യം 300 ഒമാനി റിയാലിൽ കൂടാൻ പാടില്ല. യാത്രക്കാർ സ്ഥിരമായി കസ്റ്റംസ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവരോ കസ്റ്റംസ് വഴി സ്ഥിരമായി സാധനങ്ങൾ കൊണ്ടുവരുന്നവരോ ആകരുതെന്ന് നിബന്ധനയുമുണ്ട്. കസ്റ്റംസ് നികുതി ഇളവ് ലഭിക്കുന്നതിനായി യാത്രക്കാരന് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നതും പ്രധാന നിബന്ധനയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞതോടെ ഗൾഫ് നാടുകളിൽ പ്രവാസികൾക്ക് നേട്ടം. ഒമാനി റിയാലിന് പുറമെ UAE ദിർഹം, സൗദി റിയാൽ, ബഹ്റൈൻ ദീനാർ, കുവൈറ്റ് ദീനാർ, ഖത്തർ റിയാൽ എന്നിവയുടെയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് കൂടി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഡോളറിനെ ആശ്രയിച്ചാണ് ഗൾഫ് കറൻസികൾ നിലനിൽക്കുന്നത് എന്നതിനാൽ ഡോളറിൽ ഉണ്ടാകുന്ന നേട്ടം ഗൾഫ് കറൻസികളുടെ വിനിമയത്തെയും ഗുണകരമായി ബാധിക്കും. ഒരു ഒമാനി റിയാലിന് 250.60 രൂപയാണ് ബുധനാഴ്ച ഒമാനിലെ എക്സ്ചേഞ്ചുകൾ നൽകുന്ന ഏകീകൃത നിരക്ക്. ബാങ്കുകളുടെയും മറ്റും സർവീസ് ചാർജുകളും മറ്റും ഈ തുകയിൽ നേരിയ മാറ്റം വരുത്തിയേക്കാം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഓണക്കാലം കണക്കാക്കി നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഗുണകരമാകും. കഴിഞ്ഞ മെയ് 20-ന് 251 രൂപക്ക് മുകളിൽ വിനിമയ നിരക്ക് ഉയർന്നിരുന്നു. മസീറ തുറമുഖത്ത് നിർത്തിയിട്ട ബോട്ടുകളും കപ്പലുകളും ഓഗസ്റ്റ് 20-നകം നീക്കണമെന്ന് ഒമാൻ ഗതാഗത മന്ത്രാലയത്തിന്റെ ഉത്തരവ്. മസീറ തുറമുഖത്തിന്റെ ബേസിനിലും വാർഫിലും നിർത്തിയിട്ടിരിക്കുന്ന എല്ലാത്തരം കപ്പലുകളും മറ്റ് സമുദ്ര വാഹനങ്ങളും അടിയന്തരമായി നീക്കണമെന്ന് ഉടമകൾക്ക് അധികൃതർ കർശന നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് 20-നകം ഈ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ബുധനാഴ്ച പുറപ്പെടുവിച്ച ഔദ്യോഗിക അറിയിപ്പിൽ മന്ത്രാലയം അറിയിച്ചു. മസീറ തുറമുഖവുമായി ബന്ധപ്പെട്ട് മറ്റ് പുതിയ നിയന്ത്രണങ്ങളും മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യവും ഐസും കയറ്റുന്നതിനും ഇറക്കുന്നതിനും മാത്രമായി തുറമുഖ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ഇനി മുതൽ കപ്പലുകൾക്കും ബോട്ടുകൾക്കും മറ്റും പോർട്ടിലേക്ക് പ്രവേശനം അനുവദിക്കൂ. തുറമുഖത്തിനുള്ളിൽ വെച്ച് കപ്പലുകളുടെയോ ബോട്ടുകളുടെയോ ഒരുവിധ അറ്റകുറ്റപ്പണികളും നടത്താൻ പാടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹാർബർ പരിസരത്ത് നീന്തുന്നതും മാലിന്യം തള്ളുന്നതും പൂർണ്ണമായും നിരോധിച്ചതായും അറിയിപ്പിൽ പറയുന്നു.